അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടല്ലോ നിങ്ങളുടേതായിട്ടുള്ള ന്യായീകരണങ്ങളൊക്കെ. നീ നിന്റെ പാട്ട് എന്തൊരു പറയാൻ മനുഷ്യ വന്നിട്ട് മനസ്സമാനം നിനക്ക് എന്തിനാണ് നിങ്ങൾക്ക് ഞാൻ സംസാരിക്കുന്നത് മാത്രമല്ല മനസ്സമാധാനിക്കാനൊക്കെ വല്ലവരുടെ സംസാരിക്കുമ്പോഴും പറയുമ്പോഴൊന്നും ഇതൊന്നും ഇല്ലല്ലോ. നീ ഇവിടെ പോയി പോരാ. ഓ ഞാൻ പോവേണ്ടേ. രാവിലെ തന്നെ മനുഷ്യന്റെ മൂഡ് കളയാനായിട്ട് പാട്ട് വല്ലതും കേൾക്കാം. അങ്ങനെയൊന്നും പറയണ്ട, പാവം. പിണക്കം മാറ്റ ഒരു സാധനം എൻ്റെ ഉണ്ട്. സൂപ്പർ ഒരു പാട്ടങ്ങ് പാടിക്കൊടുക്കാം. ഓ പുലരിയിലെ പനിമഴയിൽ 17 അഴകാണ്, കറുപ്പിനഴക് ഓ വെളുപ്പിനഴക്. ഓ പുലരിയിലെ പതിമഴയിൽ 17 അഴകാണ്, ഉറക്കെ പാടുവാൻ റയ്ക്കും ചിറകുമായി. കുട്ടുവരുമോ കുട്ടുവരുമോ കുട്ടിക്കുട്ടികളെ. ഭാഗ്യം പിണക്കം മാറിയെന്ന് തോന്നുന്നു. എന്നോടാ കളി. എന്റെ പാട്ടിൽ വീഴാത്ത പെമ്പിളരുണ്ടോ? കുട്ടുവരുമോ കുട്ടുവരും കൂടാരം വേണം കൂട്ടിലൊരു. ആ ഞാൻ പോണ്. പെട്ടിയൊക്കെ എടുത്തോണ്ട് ഇപ്പൊ ഇവിടെ പോണം. ആ മനുഷ്യൻ പോണമെന്നുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞാ പോരെ. ഇങ്ങനെ പാട്ട് പാടി മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്യണോ? നിനക്ക് നല്ലൊരു പാട്ട് പഠിത്തത്തിന് ഇപ്പൊ എന്തോ ചെയ്യും. ആ അതുപോലെ നിങ്ങളുടെ അടുത്ത് വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ കുത്തിയുള്ള ഈ പാട്ടും ഈ പറച്ചിലും ഒക്കെ എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് വിചാരിക്കരുത്. കുത്തി എന്തെങ്കിലും നിനക്ക് എന്തിനാ കറുപ്പിനഴക് ഓ വെളുപ്പിനഴക്. അപ്പൊ ഇതിനിടയിൽ കളറുള്ള നമുക്കൊന്ന് ജീവിക്കണ്ടേ? പാട്ടല്ല ഇത്. അറിയാം, എനിക്ക് അല്ലേലും അറിയാം നിങ്ങളുടെ സ്വഭാവമൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം. ഞാൻ പോവുക, എങ്ങോട്ടെങ്കിലും പോവുക. ഇങ്ങനെയുണ്ടോ മനുഷ്യ? അഭി ആ എന്താ നീ ഫോൺ എടുത്തില്ല? ഞാൻ ഇങ്ങോട്ട് എടു. അഭി എനിക്ക് ഇപ്പോഴാ ഒരു കാര്യം മനസ്സിലായത്. ആ എനിക്കറിയാം, നിങ്ങൾക്ക് ഞാൻ പോയാലേ കാര്യങ്ങളൊക്കെ മനസ്സിലാകത്തുള്ളൂ എനിക്ക് നല്ലപോലെ അറിയാം. എന്തോ മനസ്സിലായേ? ഇങ്ങനെ പോവെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഈ പാട്ട് ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ പാടിയേനെ. ഓഹോ